ഹലോ, നമുക്കിനി റോക്കറ്റ് എങ്ങനെ ആണ് പ്രവർത്തിക്കുന്നത് നോക്കാം നമുക്ക്. ഇപ്പോൾ നിലവിൽ സ്പേസ് ട്രാവലിങ്ങിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് റോക്കറ്റുകളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. റോക്കറ്റിന്റെ പ്രവർത്തനം നോക്കാം. ഇറ്റ് വർക്ക്സ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ജെറ്റ് പ്രൊപ്പൽഷൻ. ഇത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. റോക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ ജെറ്റ് പ്രൊപ്പൽഷൻ എന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ജെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is simply a stream of fluid moving with high velocity, or it means a high velocity stream of fluid issuing out of a nozzle or orifice. Okay, ഇതാണ് ജെറ്റ്. ഈ പോകുന്നതാണ്. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് ജെറ്റ് ഓഫ് സ്റ്റീം or jet of gas. അപ്പോൾ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ബോഡി, ദ മെത്തേഡ് ഓഫ് ഡ്രൈവിംഗ് എ ബോഡി ഓർ മെഷീൻ ത്രൂ ദ ഏജൻസി ഓഫ് ജെറ്റ് ഈസ് കോൾഡ് ജെറ്റ് പ്രൊപ്പൽഷൻ. നമ്മൾ ഇതിനെയാണ് ജെറ്റ് പ്രൊപ്പൽഷൻ എന്ന് പറയും. ജെറ്റ് ഉപയോഗിച്ച് ഇതിനെ മൂവ് ചെയ്യുന്നതിന് ജെറ്റ് പ്രൊപ്പൽഷൻ എന്ന് പറയും. ആൻഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് ജെറ്റ് പ്രൊപ്പൽഷൻ depends on the law of conservation of momentum. That means the momentum of jet emerging out from a body in this backward direction is equal and opposite to the momentum of the body in the forward direction. Okay, ഇത് തിരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം, ബാക്ക്വേർഡും ഫോർവേഡും. ഇങ്ങോട്ട് ബാക്ക്വേർഡും ഇങ്ങോട്ട് ഫോർവേഡും ഇമേജ്. ഇനി റോക്കറ്റ്, the fuel and the oxidizer, the liquid type ആണ് കേട്ടോ. ആണെങ്കിൽ ഇറ്റ് ബേൺസ് ഇൻ ദി combustion chamber. ഇതിനെ combustion chamber എന്ന് വിളിക്കാം. The heat of the combustion make the pressure very high inside the chamber, so that a jet of hot gases emerges from the tail of the rocket with a very high exhaust velocity, and in consequence the rocket moves in the forward direction. അപ്പോൾ നമ്മൾ റോക്കറ്റ് ഇങ്ങനെയാണ് പോകുന്നുണ്ടെങ്കിൽ ബാക്ക്വേർഡ് ഇങ്ങോട്ടേക്ക് ജെറ്റ് പ്രൊപ്പൽഷൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങോട്ടുണ്ട് തേർഡ് ലോ ആണ് ആക്ച്വലി ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. According to the type of fuel used, rockets are classified as liquid fuel rocket and solid fuel rocket. The liquid fuel rockets, liquid hydrogen or liquid paraffin is employed as fuel, and liquid oxygen or hydrogen peroxide H2O2 or nitric acid as oxidizer. നമ്മളത് സോളിഡ് ടൈപ്പ് ഫ്യൂവൽ ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ we use the fuel as gunpowder. Okay, that contains itself the oxidizer. നമുക്ക് we need only one chamber to keep the solid fuel. അപ്പോൾ ഗ്യാസസ് ടൈപ്പ് ആണെങ്കിൽ നമുക്ക് രണ്ട് ചേമ്പർ വേണ്ടി വരും. സോളിഡ് ആവുമ്പോൾ ഒരു ചേമ്പർ. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ നോക്കാം. നമുക്ക് അതിനെ അസ്യൂം ചെയ്യാം. We can assume that the mass of the rocket at any instant at a time t is capital M. Okay, here. And its velocity is capital P in the laboratory frame or inertial frame. നമ്മൾ പുറത്തു വരുന്ന ആ ഗ്യാസിന്റെ ഔട്ട് ഗ്യാസിന്റെ മാസ് സ്മോൾ എം എന്ന് നമ്മൾ കൺസിഡർ ചെയ്യാം. And the velocity of that jet is minus v, small v എന്ന് എടുക്കാം. That is relative to the rocket.
Then the rate of change of mass of the rocket എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ mass of the rate of change of dm by dt with time t is minus m. That is ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളത് മൈനസ് ഒന്ന് കൊടുക്കുന്നത്. എം എന്നുള്ള മാസ് ഓഫ് ദി ഫുഡ് പുറത്തേക്ക് പോകുന്ന, ഇപ്പോൾ ഉദാഹരണമായിട്ട് 10 ആണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് 1 വെച്ച് പോകുമ്പോൾ നമ്മൾ എന്ത് പറയും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദാറ്റ് 10 എന്ന് പറയുമ്പോൾ ഡി 10/dt ഈക്വൽ ടു മൈനസ് ഡിക്രീസ് ചെയ്യാൻ മൈനസ് കൊടുക്കും, -1 എന്ന് പറയുന്നത് പറയും. പുറത്ത് പോകുന്ന എത്രയാണോ അത് വെച്ചിട്ടാണ് ഇത് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ dm/dt ഈക്വൽ ടു -m എന്ന് പറയും. And we have, as we assume that the small v and capital V, small v എന്ന് പറഞ്ഞാൽ the exhaust gas, അതിന്റെ velocity, and the velocity of the rocket capital V are parallel, are opposite each other, that they are parallel. The velocity of gases in the laboratory frame will be minus v plus v, and the momentum of the burnt fuel ejected per second, that is mass into velocity. This the mass of the gas in the laboratory frame is minus v plus capital V. So momentum is mass into the velocity of that gas, mass into minus v plus v. Therefore the force we can write as force equal to minus m into minus v plus v. That is dp/dt നമുക്ക് എഴുതാം. That is dm by, therefore the momentum നമുക്ക് എഴുതുമ്പോൾ minus m into minus v plus v equal to minus m ന് പകരം നമുക്ക് dm/dt കൊടുക്കാം. dm/dt into minus v plus v എന്ന് കൊടുക്കാം. This is the momentum. Okay. According to Newton's second law, force is d/dt of momentum, right? dp/dt, that is m into v. This is p, right? Then therefore force is d/dt of mv equal to this dm/dt into minus v plus v. Okay. നമുക്ക് ഈ വെലോസിറ്റി മാസും ഒക്കെ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് both are variables, so we can write force is m into dv/dt plus v into dm/dt equal to minus v into dm/dt plus v into dm/dt. നമുക്കിത് ഫോഴ്സ് ആയിട്ട് നമുക്ക് ഇക്വേറ്റ്, ഫോഴ്സ് ഈസ് dp/dt ആണ്. അപ്പോൾ പെർ സെക്കൻഡ്, പെർ യൂണിറ്റ് സെക്കൻഡ് നമുക്ക് എടുക്കുമ്പോൾ മൊമെന്റം p/t നമുക്ക് മൊമെന്റം വെച്ച് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഫോം നമുക്ക് ഇവിടേക്ക് എടുത്ത് ഫോഴ്സ് ഈസ്
we can equate this force with this force. നമുക്കതിൽ നിന്ന് ഈ വി ഡി എം ബൈ ഡി ടി വി ഡി എം ബൈ ടി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് ടേം എം ഇൻറ്റു ഡി വി ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് വി ഡി എം ബൈ ഡി ടി എന്ന് എഴുതാം. അപ്പോൾ ഇറ്റ് ഗിവ്സ് ദി ഇൻസ്റ്റന്റേനിയസ് ഫോഴ്സ് ഓൺ ദി റോക്ക്. And from this equation we can write EV equal to minus dm by em dt cancel ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റു വി നമുക്ക് എഴുതാം. അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഡി ബി ഇസ് വി ഇൻ്റഗ്രൽ മൈനസ് ഡി എം ബൈ എം വി നമുക്ക് എന്ത് ചെയ്തു ഡി എക്സ് ബൈ ഡി എക്സ് 1 ബൈ എക്സ് ഇൻറ്റു ഡി എക്സ് ലോഗ് എക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ മൈനസ് വി ലോഗ് ഇ എം എന്ന് എഴുതി പ്ലസ് സി എന്ന് എഴുതാം. അപ്പോൾ ദിസ് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്തു. ഇഫ് ദി ഇനീഷ്യൽ മാസ് ഓഫ് ദി റോക്കറ്റ് ഇസ് capital M0 and velocity is V0, then V0 equal to minus V log E M0 plus C. Then C is equal to V log E M0 V0 എന്ന് എഴുതാം. നമുക്ക് ഈ സി വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് ഫൈനലി വി ക്യാൻ റൈറ്റ് വി ഈക്വൽ ടു V0 പ്ലസ് സ്മോൾ വി ലോഗ് ഇ M0 by M എന്ന് എഴുതാം. So to achieve high final velocity of rocket, it is necessary that the exhaust velocity V should be large and the final mass M should be much less than its initial mass M0. Okay. അപ്പോൾ നമുക്ക് ഹൈ ഫൈനൽ വെലോസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുമില്ലെങ്കിൽ ഇത് കൂടുതലായിരിക്കണം, അല്ലെങ്കിൽ ഫൈനൽ മാസ് കുറവായിരിക്കും. And the magnitude of the exhaust gas that depends on the nozzle. നോസിൽ സൈസ് കുറയുന്നതിനനുസരിച്ച് ഭയങ്കര പ്രഷറിലായിരിക്കും. അപ്പം നമുക്ക് ഭയങ്കര നല്ല സ്പീഡ് നമുക്ക് പോകാൻ പറ്റും. ആൻഡ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ്, നല്ല കത്തി കഴിഞ്ഞാൽ കൂടുതൽ ഗ്യാസ് പുറത്ത് വരും. അപ്പോൾ ദ വെലോസിറ്റി depends on the nozzle design and the amount of heat produced by the fuel. Theoretically, the limit of exhaust velocity is equal to root mean square velocity of the gas molecules at the temperature of the combustion chamber, and its practical limit is nearly 2 km/s, because it becomes difficult to attain temperature more than 3000 degrees Celsius. Practically, this ratio M0 by M also have some upper limit. In case of a single stage rocket, single stage, multi stage, okay, which has single stage which has only one engine, the final mass M is mainly due to the fuel containers, and it cannot be smaller than 10% of M0. In the solid fuel rockets, final mass M may be smaller than this. Fuel കത്തി തീർന്നിട്ടുണ്ടാവുമല്ലോ. But in such cases, this advantage is upset by smaller exhaust velocity V, which affects in consequence of the final velocity capital V. നോക്കാം നമുക്ക്. If M0 by M is 10, initial velocity V0 is 0, and exhaust velocity, maximum achievable velocity is 2 km/s, then final velocity V is approximated to 4.6 km/s. And we know that the escape velocity in Earth's surface is 11 km/s, and this calculated velocity of the rocket is 4.6, which is much less than the escape velocity. And such large velocity cannot be
obtained with the help of one-stage rocket. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? We employ 2 or 3 stage rockets. So we can achieve higher final velocities. അപ്പോൾ 2 stage ആവുമ്പോൾ second stage engine, thrust engine എന്നൊക്കെ പറയുന്നത് second stage. In this 2 stage rocket, 2 rockets are connected in series. First stage rocket is large and heavy, and second stage rocket is comparatively small and light. Where the first stage rocket is used, and if the fuel is completely burnt and it gets detached from the whole system, and second stage rocket starts with the initial velocity v0, capital V0. Therefore, the final velocity will be nearly twice the velocity achieved by only one stage rocket. Okay. And നേരത്തെ കണ്ട calculation we have neglected the mass mg of the rocket. The rocket moves vertically upward. The force on the rocket is dm by dt minus v plus v minus mg in the upward direction. So മുകളിലേക്കുള്ള താഴോട്ടുണ്ടാവുമല്ലോ, ഈ minus mg we have to consider. Thus the equation becomes d by dt mv, the force is equal to dm by dt into minus v plus v minus mg. നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. m dv by dt equal to minus v dm by dt minus mg. ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി യു വിൽ ഗെറ്റ് v equal to v0 plus v log e m0 by m minus g2. This t is the time required for burning the fuel. And from this equation, the time t is small, then due to the attraction of earth, the reduction in the value of v is negligible. If t is small, അപ്പോൾ ഈ ടേം negligible ആയി മാറും. Hence it's necessary to that the fuel is burnt rapidly in the first part of its journey. But the fuel should not be burned very rapidly, as it is a disadvantages in 2 ways. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫ്യൂവൽ നല്ലോണം കത്തിച്ചിട്ട് ഈ ടി നമ്മൾ കുറക്കാൻ നോക്കി. പെട്ടെന്ന് കത്തിക്കുമ്പോൾ പ്രശ്നം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, if the rocket acquires a very high velocity before it has moved above the atmosphere, there will be a greater wastage of energy due to air resistance. അപ്പോൾ നമ്മൾ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുമ്പോൾ എയർ റെസിസ്റ്റൻസിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. And due to its large acceleration, the weight of the passenger inside that shuttle space may increase very large. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ ഡിസൈനിങ് എല്ലാം പല രീതിയിലും മാറ്റിയെടുക്കും. The body of the rocket is made cylindrical and elongated like the shape of the cigarette, and its nose is sharply pointed so as to reduce the air pressure on its individual parts to the very minimum. Its frame is made of a heat resisting material, and its velocity during the first part of its flight through the denser layer of the air is kept sufficiently low. Okay. I hope you have understood. And if you have any questions, you can come online, or you can message me, or you can WhatsApp me. Okay, thank you.